മെയ് 4 വിധി വരാതിരിക്കെ 9 സിറ്റിംഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ LDF ആശങ്കയുണ്ട്. അതിൽ CPM മന്ത്രിമാരും ഘടകകക്ഷി മന്ത്രിമാരുമുണ്ട്. ആരൊക്കെ എന്നത് നോക്കാം. നമ്മുടെ പിന്നിൽ ആ ചിത്രങ്ങൾ വരികയാണ്. ആദ്യത്തെ 3 മന്ത്രിമാർ. നേമത്ത് വി ശിവൻകുട്ടി വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പൊന്നും നിലവിൽ CPM-ന്റെ വിശകലനത്തിൽ ഉണ്ടാകുന്നില്ല. നേമത്ത് നമുക്കറിയാം ഒരു ത്രികോണ പോരാട്ടം നടക്കുകയാണ്. BJP-യുടെ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം കോൺഗ്രസിൽ നിന്ന് ശബരിനാഥുമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ആറന്മുളയിൽ വീണ ജോർജിനോട് എതിരിട്ട് നിൽക്കുന്നതും കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ തന്നെയാണ്. അബ്ബിൻ വർക്കിയും ഒപ്പം കുമ്മനം രാജശേഖരനുമാണ് അവിടെ മത്സരത്തിൽ നിൽക്കുന്നത്. കളമശ്ശേരിയിൽ P രാജീവ്. കളമശ്ശേരി മണ്ഡലത്തിൽ വലിയ വിജയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിരുന്നത് LDF. പക്ഷേ P രാജീവിന്റെ ഇത്തവണത്തെ വിജയത്തിലും വലിയ ആശങ്ക LDF-നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാനന്തവാടിയിൽ OR കേളു മത്സരം നേരിടുന്നുവെന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്ന സാഹചര്യമുണ്ട് എന്നത് അത്ഭുതകരമാണ്. പത്തനാപുരത്ത് നേരത്തെ പറഞ്ഞതുപോലെ KB ഗണേഷ് കുമാർ ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്നൊരു മത്സരം നേരിടുന്നു എന്നുള്ള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ കൗതുകകരമായ ഒരു വാർത്തയായിരിക്കാം ഒരു പക്ഷേ നേരത്തെ രാഹിസ് റഷീദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു MLA എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത്, നിൽക്കേണ്ടത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ തരത്തിലുള്ള പ്രവർത്തനം പോയ 5 വർഷക്കാലം ജ്യോതികുമാർ ചാമക്കാല അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. പത്തനാപുരം മണ്ഡലത്തിൽ കടുത്ത ഒരു പോരാട്ടം CPM തന്നെ കണക്കുകൂട്ടാനുള്ള കാരണം. തൃത്താലയിൽ MP രാജേഷിന്റെ വിജയവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്ക് ആശങ്കകളുണ്ട്. VT ബൽറാം അവിടെ തിരിച്ചു പിടിക്കുമോ മണ്ഡലം എന്നൊരു ആശങ്ക അവിടെയും നിലനിൽക്കുന്നുണ്ട്. തിരൂരിൽ V അബ്ദുറഹ്മാൻ, നമുക്കറിയാം താനൂരിൽ നിന്ന് തിരൂരിലേക്ക് V അബ്ദുറഹ്മാൻ സ്വന്തം താല്പര്യപ്രകാരം പോയതാണ്. തിരൂരിൽ അദ്ദേഹത്തിന്റെ വിജയ സാധ്യതയെക്കുറിച്ച് LDF-ന് വലിയ ആശങ്കകളുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ എവിടെ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന മണ്ഡലമാണ്. അതായത് ഏത് പാർട്ടിയിൽ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന, ഏത് മുന്നണിയിൽ നിന്നാലും വിജയിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അവിടെ വലിയ പോരാട്ടം നടക്കുന്നു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കണ്ണൂരിലുണ്ടായ രാഷ്ട്രീയ പോരാട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ നമുക്കറിയാം. കണ്ണൂരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടും LDF-ന് ആശങ്കകളുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ അവലോകന യോഗത്തിന് ശേഷം നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ, 9 മന്ത്രിമാർ തൃശങ്കുവിൽ എന്നുള്ളതാണ് LDF-ന്റെ തന്നെ വിലയിരുത്തൽ. അതിന്റെ സാധ്യതകൾ എത്രയാണ്? LDF-നെ സംബന്ധിച്ച് ഭരണ തുടർച്ച കിട്ടുമ്പോഴും 9 മന്ത്രിമാരുടെ കാര്യത്തിൽ, വിജയത്തിന്റെ കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന സാഹചര്യമാണുള്ളത്. മാധു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ 12 മന്ത്രിമാരെങ്കിലും തോൽക്കും, അവരെ തോൽപ്പിക്കും എന്നതാണ് അവകാശവാദമെങ്കിൽ അതിനടുത്ത സീറ്റുകളിൽ കടുത്ത പോരാട്ടം നടന്നു എന്നതാണ് CPIM-ന്റെ വിലയിരുത്തൽ. 9 മന്ത്രിമാരിൽ 6 പേർ CPIM-ന്റെ മന്ത്രിമാരും 3 പേർ ഘടകകക്ഷി മന്ത്രിമാരുമാണ്. അതിൽ ചില സീറ്റുകളിൽ ആ തരത്തിലുള്ള ശക്തമായ പോരാട്ടം നടന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നേമത്ത് V ശിവൻകുട്ടി കടുത്ത മത്സരം നേരിട്ടു എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അപ്രതീക്ഷിതമായി വരുന്നത് നമ്മൾ പറയുന്ന പത്തനാപുരമാണ്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ വിജയ സാധ്യത അങ്ങനെ ഉറപ്പിക്കാൻ CPIM ഉറപ്പിക്കുന്നില്ല. കാരണം അവിടെ വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ റോയ് കെ പൈലോസ് മത്സരിക്കുമ്പോൾ ആ കൈപ്പത്തി ചിഹ്നം മലയോരത്ത് കർഷകർ 2 ചിഹ്നത്തെ മാറ്റിക്കുത്താനുള്ള ഒരു കാരണമായിട്ടുണ്ടോ എന്ന സംശയം പാർട്ടി നേതൃത്വത്തിനുണ്ട്. ഈ മന്ത്രിസഭയിലെ അല്ലെങ്കിൽ CPIM-ന്റെ നെക്സ്റ്റ് ജനറേഷന്റെ ഫേസായി കാണുന്ന ഒരാളാണ് കളമശ്ശേരിയിൽ P രാജീവ്. പക്ഷേ ആ P രാജീവിന് മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഗഫൂറിൽ നിന്ന് ശക്തമായ മത്സരം നേരിട്ടതായി പാർട്ടി കണക്കാക്കുന്നു. അത് ചില ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ വന്നതിന്റെ കാരണമായിട്ടാണ് അത് കാണുന്നത്. അതല്ലാതെ P രാജീവിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് പ്രശ്നമുണ്ടായതായിട്ടല്ല പാർട്ടി കാണുന്നത്. തൃത്താലയിൽ കഴിഞ്ഞ തവണയും വമ്പന്മാർ തമ്മിലുള്ള പോരാട്ടം നടന്ന മണ്ഡലമാണ്. അവിടെ MP രാജേഷ് എന്ന മന്ത്രിക്ക് അടിതെറ്റുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയങ്ങളുണ്ട്. OR കേളു അവസാന നിമിഷം മന്ത്രിസഭയുടെ ഭാഗമായതാണ്. പക്ഷേ ഈ മലയോര മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഫലം എന്താകും എന്നുള്ളത് വിജയവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് നിലവിൽ നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് എന്നുള്ള ഒരു ആശങ്ക മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. 9 മന്ത്രിമാരും തോറ്റുകളയും എന്നൊന്നും LDF-ഉം വിചാരിക്കുന്നില്ല.